പി.കെ. ശശിക്കെതിരെ CPM സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസ്. കോൺഗ്രസുകാർ ഊരിവെച്ച ഖദർ കമ്മ്യൂണിസ്റ്റുകാരെ ധരിപ്പിക്കേണ്ട. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും വലതുപക്ഷത്തേക്ക് പോകാൻ കഴിയില്ല. പാലക്കാട് ജില്ലയിലെ കഴിഞ്ഞ ഒരു 6-7 മാസത്തിനുള്ളിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കൾ വരിവരിയായി അനുയായി വൃന്ദത്തോടു കൂടി ഞങ്ങളുടെ പാർട്ടി ചേർന്നു. ഒരു 6-7 മാസം മുമ്പ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴായിരുന്നു കോൺഗ്രസിൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവ്, സ്റ്റേറ്റിലാകെ അറിയപ്പെട്ട പ്രമുഖ നേതാവ് ഡോക്ടർ പി സരീൻ രാജിവെച്ച് ഞങ്ങളുടെ പാർട്ടി ചേർന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷാനിബ് ഞങ്ങളുടെ പാർട്ടി ചേർന്നു. അദ്ദേഹം ഇപ്പോൾ DYFI സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. ഇപ്പോൾ ഒരാഴ്ച മുമ്പാണ് കോട്ടായി മണ്ഡലം പ്രസിഡന്റ് മോഹനൻ ഞങ്ങളുടെ പാർട്ടി ചേർന്നത്. മോഹനൻ പാർട്ടി ചേരാൻ വേണ്ടി വന്നപ്പോൾ രസകരമായിട്ടുള്ള കാര്യം, അദ്ദേഹം കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ആഫീസ് പൂട്ടി അതിൻ്റെ താക്കോലും കൂടി ആയിട്ടാണ് നമ്മുടെ പാർട്ടിയിൽ വന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പാർട്ടി ആഫീസ് സ്വീകരിക്കാറില്ല, ജനങ്ങളെ മാത്രമേ സ്വീകരിക്കാറുള്ളൂ. പാർട്ടി ആഫീസ് ഞങ്ങൾ തിരിച്ചു കൊടുത്തു, അത് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ജനങ്ങളുടെ പണം തിരിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നല്ല സുന്ദരമായിട്ടുള്ള ആഫീസുകളുണ്ട്. അവരൊക്കെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കൂട്ടത്തോടു കൂടി വന്നുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിന്റെ നിരവധി നേതാക്കളാണ് CPIM-ലേക്ക് വന്നത്. കോൺഗ്രസ് നേതാക്കളായ പി സരിൻ, AK ഷാനിബ് ഉൾപ്പെടെയുള്ളവർ CPM-ൽ വന്നു. കോൺഗ്രസ് ഓഫീസുകളിൽ അവർ ഊരിവെച്ച കദർ ഷർട്ടുകളുണ്ട്. തൃത്താലയിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിയാണ്. അതിലൊരാൾ CPM-ലേക്ക് വരാൻ ചർച്ച നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഇനിയും നിരവധി പേർ CPM-ലേക്ക് വരുമെന്നും കൃഷ്ണദാസ് വാർത്താലേഖകരോട് പറഞ്ഞു. അനുയായികളുമാണ് കോൺഗ്രസ് വിട്ട് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നത്. അപ്പോൾ അവരൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഖദർ കുപ്പായം DCC ആഫീസിൽ കുന്നുകൂടി കിടക്കുന്നുണ്ട്. ആ കുപ്പായം ഇടിപ്പിക്കാൻ ഞങ്ങളുടെ നിന്ന് ആരെങ്കിലും കിട്ടുമെന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുപ്പായം ഞങ്ങളുടെ പാർട്ടിയിലെ ആർക്കും പാകാവില്ല. അങ്ങനെ കുന്നുകൂടി കിടക്കുന്ന കോൺഗ്രസ്സുകാർ ഉപേക്ഷിച്ച് പോയ കുന്നുകൂടി കിടക്കുന്ന ഖദർ കുപ്പായങ്ങൾ ആർക്കാണോ പാകാവുക എന്നുള്ളത് അവർ കണ്ടെത്തിക്കൊട്ടെ, അതാ എന്ത് ചെയ്യണം എന്നുള്ളത്. മുമ്പൊക്കെ ആണെങ്കിൽ വെള്ളപ്പൊക്കക്കാർ വന്നാൽ കൊടുക്കായിരുന്നു പഴയ തുണിയൊക്കെ, ഇപ്പോൾ അവരും കാണുന്നില്ല. അപ്പോൾ അതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഒരിക്കലും വലതുപക്ഷക്കാരനാവാൻ പറ്റില്ല. കോൺഗ്രസ്സുകാർക്ക് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയില്ല, രാഷ്ട്രീയമായിട്ട് ബോധ്യങ്ങളില്ല, സംഘടനാപരമായ പരിശീലനങ്ങളില്ല. അവർക്ക് ഏത് പാർട്ടിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം. ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഇവർ ഉപേക്ഷിച്ചു പോയിട്ടുള്ള. KTDC ചെയർമാൻ കൂടിയായ CPM മണ്ണാർക്കാട് ബ്രാഞ്ച് കമ്മിറ്റി അംഗം ശശി കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുത്ത് CPM-നെതിരെ ഒളിയമ്പെയ്തത് വിവാദമായിരുന്നു. ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പടക്കമെറിഞ്ഞതും ശശി അനുകൂലികളാണെന്നാണ് ആരോപണം. ഇതിൽ പ്രതിഷേധിച്ച മണ്ണാർക്കാട് പാർട്ടി ശശിക്കെതിരെ മുദ്രാവാക്യവുമായി പ്രകടനം നടത്തിയിരുന്നു. CPM ജില്ലാ സെക്രട്ടറിയും ശശിക്കെതിരെ രംഗത്ത് വന്നു. UTV ന്യൂസ്, പാലക്കാട്.